10 കൊല്ലത്തിനിടയിൽ സെക്ഷൽ റെവല്യൂഷൻ നടക്കാൻ പോകുകയാണ് കേരളത്തിൽ എന്നാണ് സാമൂഹിക നിരീക്ഷകരുടെ അഭിപ്രായം. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട ഭൂമികയിൽ ഇതൊക്കെ നടക്കും. ഒരു വാക്കും ഉണ്ടാകാൻ കഴിയില്ല. അധികാരികൾക്ക്, പ്രിൻസിപ്പാളിന്, അധ്യാപകന്, ലെക്ചറിന്, പ്രൊഫസർക്ക്, മാനേജ്മെന്റിന്, ഈ വിദ്യാർത്ഥികൾക്കെതിരെ ഒരു വാക്ക് പറയാനുള്ള അധികാരം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അവർ സദാചാര പോലീസായി കണക്കാക്കപ്പെടുകയും അത്തരം പ്രൊഫസർമാർ ജയിലടക്കപ്പെടുകയും ചെയ്യും. സെക്സിനൊരു പ്രശ്നം ഉണ്ടാവില്ല. സെക്സിനെതിരെ പറഞ്ഞാൽ, അതായത് ഈ പരസ്യമായ സെക്സിന് ഒരു പ്രശ്നം എനിക്ക് നമ്മുടെ നാട്ടിലുണ്ടാവില്ല 10 കൊല്ലത്തിനുള്ളിൽ. ഇതൊക്കെ നടക്കാൻ പോവാണ്. അതുകൊണ്ട് ആത്മീയതയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, ആത്മീയ മൂല്യമുള്ള, 100 കണക്കിന് വർഷങ്ങളായി സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിത സമൂഹം ഒരിക്കലും യൂറോപ്യൻ ചില്ലുകൊട്ടാരങ്ങളുടെ പിന്നിൽ പോകരുത്. 10,000 പ്രസംഗങ്ങൾ. അപ്പോൾ ചില സ്കലിതങ്ങൾ വരും. പിന്നെ ഞാൻ തിരുത്തും, മാപ്പ് പറയും. ഞാൻ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് തെറ്റുപറ്റിക്കൂടെ, സിദ്ദീഖുൽ അക്ബർ തെറ്റുപറ്റിക്കൂടെ, ഉമർ ബിൻ ഖത്താബിന് തെറ്റുപറ്റിക്കൂടെ, ശംസുലമക്ക് തെറ്റുപറ്റിക്കൂടെ എന്ന് പറഞ്ഞ വാക്കുകൾ, മലക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് തെറ്റുപറ്റിക്കൂടെ എന്ന് പറഞ്ഞ വാക്കുകൾ, ഈ പറഞ്ഞ വാക്കുകൾ ആരെ പറ്റി പറഞ്ഞെങ്കിലും അത് അദബുകേടാണ്, എന്നിൽ നിന്ന് വന്നു പോയതാണ്. ഞാൻ അല്ലാഹു ജല്ല ജലാലായ ബഹുമാനപ്പെട്ട സ്വഹീഹ് ബുഖാരിയിലെ ഒരു ഹദീസ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് ശേഷം ഹിജ്റക്ക് മുമ്പ് എത്ര വർഷം മക്കയിൽ ജീവിച്ചു, എത്ര കൊല്ലം മദീനയിൽ ജീവിച്ചു. ഈ വിഷയത്തിൽ 1-ലധികം റിപ്പോർട്ടുകൾ സ്വഹീഹ് ബുഖാരിയിൽ കാണാം. എന്നാൽ 100% ഈ 2 ഹദീസും സ്വഹീഹാണ്. ഈ വ്യത്യസ്തമായ 2 ഡാറ്റസും 100% സ്വഹീഹാണ്. ഒരു ദഈഫ് ഇല്ല, അഭിപ്രായക്കേടും ഈ വിഷയത്തിലില്ല. ഞാൻ ഹദീസിനെ ഇങ്ങനെ വായിക്കാം. ഹദ്ദസനാ അഹ്മദ് ബിൻ അബി റജാ ഹദ്ദസനാ നളർ അൻ ഹിശാം അൻ ഇക്രിമ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ഉൻസില അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഇബ്നു 40 فمكث 13 سنة ثم أمر بالهجرة فهاجر إلى المدينة فمكث بها 10 سنين ثم توفي صلى الله عليه وسلم. ഇവിടെ സ്വഹീഹ് ബുഖാരിയുടെ ഹദീസാണിത്. ആരാണ് ഈ ഹദീസ്, ആയ വഴിയാണ് ഈ ഹദീസ് ഇമാം ബുഖാരിക്ക് കിട്ടുന്നത്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഴിയായി റളിയല്ലാഹു അൻഹുമ അവർ പറയാണ് എന്ത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉൻസില അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഇബ്നു 40 40 വയസ്സായപ്പോൾ ഫമക്കസ ഹബീബായ റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടി. ഫമക്കസ 13 സന, പിന്നെ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷം ജീവിച്ചു. സുമ്മ ഉമിറ ബിൽ ഹിജ്റ, പിന്നെ ഹിജ്റ കൽപ്പന വന്നു. ഫഹാജറ ഇലൽ മദീന, അങ്ങനെ മദീനയിലേക്ക് ഹിജ്റ പോയി. ഫമക്കസ ബിഹാ 10 സിനീൻ, എന്നിട്ട് മദീനയിൽ 10 വർഷവും ജീവിച്ചു. അതായത് മക്കയിൽ 13 വർഷം നുബുവത്തിന് ശേഷം, പിന്നെ മദീനയിൽ 10 വർഷവും. സുമ്മ തൂഫിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ റസൂലുള്ളാഹി വഫാത്തായി. അപ്പോൾ ആദ്യം മക്കയിൽ 40 വയസ്സിൽ നുബുവത്ത് കിട്ടി. പിന്നെ മദീനയിൽ മക്കയിൽ 13, അപ്പോൾ 53, പിന്നെ മദീനയിൽ 10, അപ്പോൾ 63. അപ്പോൾ അങ്ങനെ റസൂലുള്ളാഹി വഫാത്തായി. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഴി കിട്ടിയ ഒരു ഡാറ്റ. അങ്ങനെ തന്നെ സ്വഹീഹ് ബുഖാരി ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു ഹദീസ്, അതേ സ്വഹീഹ് ബുഖാരി 100% സ്വഹീഹാണ്, 100% സ്വഹീഹാണ്. എന്താണ് അതിലുള്ളത്? അതിൽ 10 എന്നാണ്, 13 എന്നല്ല, വേറെയാണ്. എന്നാ സ്വഹീഹല്ലേ? 100% സ്വഹീഹാണ്. سمعت أنس بن مالك عن ربيعة بن أبي عبد الرحمن قال سمعت أنس بن مالك يصف النبي صلى الله عليه وسلم എന്ന് പറഞ്ഞ് അവിടെ പറയുന്നത് ഉൻസില അലൈഹി, ഹബീബ റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടി. വഹുവ ഇബ്നു 40, അന്ന് 40 വയസ്സാണ്. ഫമക്കസ ബിമക്കത 10 സിനീൻ യുൻസലു അലൈഹി, നുബുവത്ത് ഹബീബ റസൂലുള്ളാഹിക്ക് ഖുർആൻ ഇറക്കി കിട്ടിക്കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 10 വർഷം ജീവിച്ചു. വബിൽ മദീനത്തി 10 സിനീൻ, മദീനയിൽ 10 കൊല്ലവും, മക്കയിൽ 10 കൊല്ലവും, മദീനയിൽ 10 കൊല്ലവും. അപ്പൊ ഹദീസിന്റെ ശരീരം നമ്മൾ നമ്മൾ നോക്കുമ്പോൾ മക്കയിൽ 10 കൊല്ലവും, മദീനയിൽ 10 കൊല്ലവും. എന്നിട്ട് എന്ന് പറഞ്ഞ ഹബീബ റസൂലുള്ളാഹി 10 കൊല്ലം നുബുവത്ത് കിട്ടി. പിന്നെ 10 കൊല്ലം മക്കയിൽ, പിന്നെ 10 കൊല്ലം മദീനയിൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഹദീസ് ഇതിന്റെ പ്രത്യക്ഷമാണ് വായിക്കുമ്പോൾ ഇതാണ് ഡാറ്റ. സ്വഹീഹല്ലേ? 100% സ്വഹീഹാണ്. പക്ഷെ അത് ഇൻഫർമേഷൻ അല്ല. അത് ആ ഹദീസിന്റെ ശരീരമാണ് വായിച്ചു നോക്കിയാൽ അത് ഇൻഫർമേഷനായി പണ്ഡിതന്മാർ കണക്കാക്കൂല. ഇമാം ബുഖാരിക്ക് തന്നെ അത് ഇൻഫർമേഷൻ അല്ല. അപ്പൊ അതായത് നുബുവത്ത് 40, പിന്നെ മക്കയിൽ 10, മദീനയിൽ 10, അപ്പൊ 10 + 10 20, അപ്പൊ 60 വഫാത്തായി എന്നാണ് പ്രത്യക്ഷത്തിൽ കാണുന്നത്. അങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ ഹദീസിന്റെ മത്തിൽ അങ്ങനെയാണ്.
എന്നാലോ ഇമാം ബുഖാരിക്ക് അങ്ങനെ അഭിപ്രായമുണ്ടോ? ഇല്ല. ഇത് കളക്ഷൻസ് ആണ്. ഇത് ഇമാം ബുഖാരിയുടെ അഭിപ്രായമല്ല. ഒരു കാര്യം കളക്ഷൻ. പിന്നെ എന്തുകൊണ്ടാ കളക്ഷൻ? ഇമാം ബുഖാരി നമ്മളല്ല, ഇമാം ബുഖാരി പക്ഷപാതിയല്ല. നേരായി കിട്ടിയ സത്യസന്ധമായ വിജ്ഞാനം, അത് 100% സത്യസന്ധമാണെന്നിരിക്കവേ അത് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. ഇത് 100% സത്യമായ ഹദീസാണ്. ഇതിൽ യാതൊരു തർക്കമല്ല. ഇനി ഇത് ഇൻഫർമേഷൻ ആയിട്ട് വിവിധങ്ങളായ വിശകലനം, പ്രോസസ്സിങ് കഴിഞ്ഞ് അതിനെ ഇൻഫർമേഷനായി രൂപപ്പെടുത്തേണ്ടത് പണ്ഡിതന്മാരാണ്. അപ്പോൾ അത് 63 പറയും. ഇതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. പണ്ഡിതന്മാർക്ക് അവിടെ നമ്മൾ വഴി വിട്ടുകൊടുക്കുക വേണം. ഒരിക്കലും ഡാറ്റ അവസാനത്തെ ഇൻഫർമേഷൻ അല്ല. പണ്ഡിതന്മാർക്ക് ഇതിലൊക്കെ നമ്മൾക്ക് ഇനി പൊതുവായ അഭിപ്രായത്തിന് എതിരഭിപ്രായം പറഞ്ഞൂടെ? പണ്ഡിതന്മാർക്ക് പറയാ. പൊതുവായി അറിയപ്പെട്ട ഡാറ്റാസിന് എതിര് പറഞ്ഞൂടെ? പറയാ. അപ്പോഴത്തിന് ചേകനൂരെന്ന് വിളിക്കാം. എന്തോർത്താണ് ഈ പറയുന്നത്? ഞാൻ ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന നമ്മുടെ മലയാളക്കരയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വ്യക്തത വരുത്തി പറയാൻ കഴിയുന്ന പണ്ഡിതന്മാരിൽ, നമ്മുടെ പാരമ്പര്യ പണ്ഡിതന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഒരു അഭിപ്രായം പറഞ്ഞല്ലോ. പൊതുവായ അഭിപ്രായത്തിനും പൊതുവായ ഡാറ്റാസിനും എതിരായി പറഞ്ഞു. എന്താ അദ്ദേഹം പറഞ്ഞത്? അതായത് റബീഉൽ അവ്വൽ 12-ന് സുബഹയ്ക്ക് മുമ്പ് ജനങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്ത വിധത്തിൽ പള്ളികളിൽ നിന്ന് മുഴുവനും മൈക്ക് പുറത്തേക്ക് ഇട്ടിട്ട് മൗലൂദ് ചൊല്ലി ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന രീതി ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് സുബഹയ്ക്ക് മുമ്പല്ല, സുബഹയ്ക്ക് ശേഷമാണ്. ഇത് പൊതുവായ തീരുമാനത്തിനെതിരല്ലേ? ആണ്. പൊതുവായ ഡാറ്റാസിനെതിരല്ലേ? ആണ്. ആ പണ്ഡിതനത് പറഞ്ഞൂടെ? പറയാ. അദ്ദേഹത്തിന് നമ്മൾ ചേകനൂരിന്ന് വിളിച്ചോ? ഇല്ല. അദ്ദേഹത്തിന് ചേകനൂർ വിളിക്കാൻ പറ്റൂല. പൊതുവായ അഭിപ്രായത്തിനെതിരായ അഭിപ്രായം പറഞ്ഞൂടെ? പറയാലോ. ഈ പണ്ഡിതനെ നമ്മൾ ഖാദിയാനിന്ന് വിളിച്ചോ? ഇല്ല. അങ്ങനെ വിളിക്കാൻ പറ്റുമോ? അത് പറ്റൂലല്ലോ. കാര്യം വളരെ ഗൗരവമായി നിങ്ങൾ ഈ വിഷയം ചിന്തിക്കണം. ഇത് ഏതോ അറബ് ലോകത്തെ യുക്തിവാദികളെ തലയിൽ രൂപപ്പെട്ടതാണ് എന്ന് പറയാൻ പറ്റുമോ? ആ പറഞ്ഞ പണ്ഡിതനെ നമ്മൾ അംഗീകരിച്ചില്ല. അംഗീകരിക്കുമല്ലോ, ഇപ്പോഴും അംഗീകരിക്കുന്നു. നമ്മുടെ മലയാളക്കരയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രാമാണിക പണ്ഡിതന്മാരിൽ പല വിഷയത്തിലും അദ്ദേഹം നമ്മൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു പ്രാമാണിക പണ്ഡിതൻ തന്നെയാണ്. പണ്ഡിതന് അദ്ദേഹത്തിന് കിട്ടുന്ന ഡാറ്റാസിനനുസരിച്ചും മറ്റുള്ള സാഹചര്യ തെളിവുകളിലേക്ക് ചേർത്ത് അദ്ദേഹത്തിന് അഭിപ്രായം രൂപപ്പെടുത്താവുന്നതാണ്. നമ്മളിൽ ബഹുഭൂരിപക്ഷം പള്ളികളിലും ഈ കൊല്ലവും അദ്ദേഹത്തിന്റെ ഈ വീക്ഷണത്തിന് എതിരായിട്ട് തന്നെ മൗലൂദ് നടന്നത്. എന്നാൽ നമ്മൾ അദ്ദേഹത്തെ ജീവിതത്തിൽ വിളിക്കാൻ പോയോ? ഇല്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറയാൻ സമയം അനുവദിക്കണം. ഇത് ഏതോ നിരീശ്വരവാദി പറഞ്ഞ എഴുന്നള്ളത്താണ്, ഇത് പുളിച്ചു തേട്ടിയ വാദാന്ന് പറയരുത്. അങ്ങനെ പറയാൻ പാടില്ല. ഇതൊക്കെ പറയാനുള്ള അവകാശം പണ്ഡിതന്മാർക്കുണ്ട്. ഞാൻ പറയും ചെയ്തു, ഞാൻ പണ്ഡിതനല്ല. പണ്ഡിതന്മാരുടെ ആറായിനെ കളക്ട് ചെയ്യാണ്. ഇന്നല്ലെങ്കിൽ നാളെ സൊസൈറ്റിക്ക് അതിൽ ഉപകാരം ഉണ്ടാവും. ഇന്നേ ഉപകാരമുണ്ട്. അതേ സമയത്ത് ഇത് അവസാനത്തെ ഖണ്ഡിതമായ വാക്കല്ല. അങ്ങനെ എവിടെ നിങ്ങൾ എൻ്റെ വാക്കിന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും എൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ്, അങ്ങനെയില്ല. അത് വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ഇതൊക്കെ പറയാനുള്ള അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കുണ്ട്. എന്നാ ഡാറ്റാസോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സുബഹയ്ക്ക് മുമ്പാണ് ജനിച്ചത്. രണ്ടാലും നേരത്തെ തന്നെയാണോ ജനിക്കുക? സുബഹയ്ക്ക് മുമ്പാണ് ജനിച്ചത് ഒരു വീക്ഷണം, അല്ല സുബഹയ്ക്ക് ശേഷമാണ് ജനിച്ചത്. ഈ വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാവും. ആ വീക്ഷണങ്ങളെ കളക്ട് ചെയ്തിട്ട് ഒരു പണ്ഡിതന് ഏറ്റവും ബോധ്യപ്പെട്ടത് അദ്ദേഹം പറയും, മറ്റൊരു പണ്ഡിതന് ബോധ്യപ്പെട്ടത് അദ്ദേഹവും പറയും. ഇവരെല്ലാം ഒരു മജ്‌ലിസിൽ ഒരുമിച്ച് കൂടും. ഇവരെല്ലാവരും നമ്മൾ ബഹുമാനിക്കും. ഇവരെല്ലാവരും നമ്മളെ പണ്ഡിതന്മാർ തന്നെയാണ്. സംഘടന വരാണെങ്കിലും പണ്ഡിതൻ തന്നെയാണ്. അവസാനമായ ഒരു കാര്യം പറയട്ടെ. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് ദഈഫാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ഹദീസ് പോലും സ്വഹീഹ് അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരിക്കലും പറയൂല. ഇലാഹിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല അപാരമായ തൗഫീഖ് നൽകിയ ഇലാഹിയായ സഹായം സദാസമയവും ലഭ്യമായ ലോകം കണ്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന കാര്യത്തിൽ കേരളത്തിൽ ഞാൻ 100 കണക്കിന് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അതേ സമയത്ത് ഒരു ചാനലിൽ ഒരു സാധാരണ അതേ സമയത്ത് ഒരു ചാനലിൽ ചോദ്യത്തിന് മറുപടി പറയവേ ഇമാം ബുഖാരിക്ക് എന്താ തെറ്റുപറ്റിക്കൂടെ എന്ന വാക്ക് അദബുകേടാണ്. ഒരു അദബുകേടായി ഒരു സ്ഖലിതം എന്ന നിലയിൽ എൻ്റെ ഭാഗത്ത് വന്നതാണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ 100% സുന്നിയ ഒരാളാണ്. 100% സുന്നിയാണ്. ഞാൻ ചേകനൂരല്ല. നിങ്ങൾക്കറിയാം, പറയുമ്പോഴും നിങ്ങൾക്കറിയാം ഇയാൾ ചേകനൂരല്ല. നിങ്ങൾക്കറിയാം ഞാൻ ഖാദിയാനിയല്ല.
നിങ്ങൾക്കിതൊക്കെ അറിയാം. പിന്നെ എൻ്റെ പ്രഭാഷണങ്ങൾ പലപ്പോഴും എതിരായി ചർച്ചയായി വന്നിട്ടുണ്ട്. കേരളത്തിൽ പല ചർച്ചയും വന്നിട്ടുണ്ട്. 10-26 കൊല്ലായി രാവും പകലും പ്രസംഗിക്കുന്നു. 10,000-കണക്കിന് പ്രസംഗങ്ങളുണ്ട്. യൂട്യൂബിൽ തന്നെ ഉണ്ട്, ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട് 10,000-കണക്കിന് ഭാഷണങ്ങൾ. അതേ പുരസ്കരിച്ച് ചില പദപ്രയോഗങ്ങൾ, വതിരി വിട്ടുപോകുന്ന പദപ്രയോഗങ്ങൾ അറിയാതെ എന്നിൽ നിന്ന് വന്നു പോകും. പിന്നീട് അതിനെക്കുറിച്ച് ഖേദപ്രകടനം നടത്തും. അത് മനുഷ്യർ വന്ന സ്ഖലിതങ്ങളാണ്. ചേകനൂരാന്ന് പറയുന്നതിന് മുമ്പ് സത്യം പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ, ഒരു ചാനലിൻ്റെ ചോദ്യത്തിൽ ഞാൻ മറുപടി പറഞ്ഞു, ഇത് സ്ഖലിതങ്ങളായി വന്നുപോയതാണ്, അബദ്ധങ്ങൾ. എന്താ സിദ്ദീഖുൽ അക്ബർ തെറ്റുപറ്റിക്കൂടെ? എന്താ ഉമർ മഖ്താബിന് തെറ്റുപറ്റിക്കൂടെ? എന്താ ശംസുലമക്ക് തെറ്റുപറ്റിക്കൂടെ? ഇതൊക്കെ എൻ്റെ വന്നുപോയ അബദ്ധങ്ങളാണ്. അത് അബദ്ധമായി, അതായത് അദബ് കെട്ട വാക്കുകൾ. വസ്തുത സത്യമാണ്. അതേ സമയത്ത് അത് അദബ് കെട്ട വാക്കാണ്, ഒരിക്കലും പറയാൻ പാടില്ല. അത് എഡിറ്റ് ചെയ്ത് വൃത്തിയായിട്ടാണ് പ്രസിദ്ധീകരിക്കേണ്ടത്. ആ ചാനലുകാർ തന്നെ എന്നോട് പറയുകയും ചെയ്തതാണ് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യാൻ എനിക്ക് അയച്ചു തരുകയും ചെയ്തു. പക്ഷെ എൻ്റെ തിരക്ക് കാരണം അത് എഡിറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. എഡിറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു, അപ്പോൾ എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവരങ്ങനത്തെ പ്രസിദ്ധീകരിച്ചു, അവർ കുറ്റക്കാരുമല്ല. അതേ സമയത്ത് നിങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഞാൻ ചേകനൂരാണ്, കുത്താൻ പറ്റുന്ന അവസരം ഉപയോഗപ്പെടുത്തരുത്. ഒരു സുന്നിയായ ഒരു ബനൽ അമീറുൽ മദീന എന്ന് പറഞ്ഞാൽ അതൊരു മജാസിയായ വാക്കാണ്. അമീറാണ് പട്ടണം ഉണ്ടാക്കിയത്, മജാസിയായ വാക്കാണ്. അതൊരു മുവഹിദിൽ നിന്നുണ്ടായാൽ അമ്പത്ത റബീഉൽ ബഖല, വസന്തം ചെടിയെ ഉണ്ടാക്കി എന്നൊരു മുവഹിദായ മനുഷ്യൻ പറയുമ്പോൾ അതൊരു മജാസിയായ വാക്കാണ്. അത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. അതിന് 100% സുന്നിയായ മനുഷ്യനായി ഇത് പറയുന്നത്. അപ്പോൾ വാക്കിൽ വന്ന സ്ഖലിതമാകാം. എനിക്കെതിരെ നിങ്ങൾ ചേകനൂരും ഖാദിയാനും ആരോപിക്കുന്നതിന് മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് എന്നോടൊന്ന് വിളിച്ചു വയ്ക്കണം. ആ കൂട്ടത്തിൽ ഒരു നല്ല മനുഷ്യൻ, ഒരു സുന്നി പ്രഭാഷകനായ നല്ല മനുഷ്യൻ എന്നോട് വിളിച്ച് ചോദിച്ചു, ഇങ്ങനൊരു വാക്ക് കേൾക്കുന്നുണ്ടല്ലേ, എന്ത് പറ്റിപ്പോയതാണ്? അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു, അതിൽ സ്ഖലിതം വന്നുപോയതാണ്, ഡാറ്റാസ് പറയുന്ന സന്ദർഭത്തിൽ അറിയാതെ വന്നു പോയതാണ്, എഡിറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ അതിനെപ്പറ്റി ചർച്ചയില്ല, അതൊന്ന് എവിടെയെങ്കിലും അതിൻ്റെ ഒരു ഖേദപ്രകടനം നടത്തണമേ എന്ന് അദ്ദേഹം, നല്ലൊരു മനുഷ്യൻ, നല്ല മനുഷ്യൻ. ഞാൻ അവരെ പേര് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, പിന്നീട് ആവശ്യമെങ്കിൽ വെളിപ്പെടുത്തും. അങ്ങനത്തെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ചോദിക്കേണ്ട ഒരു ബാധ്യതയല്ലേ? കുത്താനുള്ള അവസരം ഉപയോഗപ്പെടുത്തണോ വേണ്ടത്? ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള ഒരാളല്ലേ? ഞാൻ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണല്ലോ. എങ്ങനെയെങ്കിലും ഒരു മനുഷ്യനെ ഇല്ലാതാക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുക. ഒരു സംഘം ആളുകൾ കഴിഞ്ഞ വർഷം, ഈ കഴിഞ്ഞ 2024 ഹാലോവിൻ ഡേയിൽ ഒക്ടോബർ 31 ലോകം മുഴുവനും പിശാചിന്റെ ദിവസമായി കണക്കാക്കപ്പെടുന്ന ദിവസമാണ് ഹാലോവിൻ ഡേ. ആ ദിവസം 2024 ഹാലോവിൻ ഡേയിൽ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ എനിക്കെതിരെ കോഴിക്കോട്ടെ ഒരു ഹാളിൽ, ആ ഹാളിനെ കുറ്റം പറയുന്നില്ല, ആ ഹാളിനെ കുറ്റം പറയാൻ ഞാൻ ആളല്ല, എനിക്കെതിരെ ഉറഞ്ഞു തുള്ളി. പിശാചിന്റെ ദിവസം തന്നെയാണ് ഉറഞ്ഞു തുള്ളിയത്. ഇപ്പൊ വീണ്ടും അവർ ഉറഞ്ഞു തുള്ളി. എന്തതിൻ്റെ അർത്ഥം? എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എനിക്കറിയാലോ ഞാൻ സുന്നിയാണ്, ഞാൻ 100% സുന്നിയാണ്. അത് സ്വാഭാവികമായും ചില വാക്കുകൾ അവിചാരിതമായി എന്നിൽ നിന്ന് ഏറിപ്പോവും. പിന്നീട് ഞാൻ അതിൽ ഖേദപ്രകടനം നടത്തും. ഞാൻ നിങ്ങളോട് പറയട്ടെ ജനങ്ങളെ, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഇയാൾ ചേകനൂരാണ്, ഇയാൾ ഖാദിയാനിയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തുള്ളിയല്ലോ. നിങ്ങൾ തുള്ളേണ്ടത് ഇതിലൊന്നും ആയിരുന്നില്ല. ഞാൻ മലയാളക്കര കണ്ടതിൽ ഏറ്റവും വലിയ അപകടകരമായ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പ്. അതാണ് ഏറ്റവും അപകടകരമായ സ്റ്റേറ്റ്മെന്റ്. അത് 2 പക്ഷത്താണെങ്കിലും അപകടകരമാണ്. ഞാൻ ആരോപിച്ച സൈഡിലാണത് യാഥാർത്ഥ്യമെങ്കിൽ ഏറ്റവും അപകടകരമാണ്. എൻ്റെ സൈഡിലാണ് അബദ്ധമെങ്കിൽ അതും അപകടകരമാണ്. അതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് എൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടില്ല. നിങ്ങൾ ഒരാൾ എന്ന് വേണ്ടിയില്ല. ഞാൻ എന്താണ് സ്റ്റേറ്റ്മെന്റ് പറയാ? ഈ കഴിഞ്ഞ 2022 ജനുവരിയിൽ, 2022 ജനുവരിയിൽ, ഇത് 2026 ജനുവരി, 4 കൊല്ലം കഴിഞ്ഞു. എന്താണ് ഞാൻ നടത്തിയ സ്റ്റേറ്റ്മെന്റ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 114 സൂറത്ത് ഇറക്കിയിട്ടുണ്ട്. ആ 114 സൂറത്തുകളിൽ 82 സൂറത്തുകൾ ഇറങ്ങിയ മുത്തുനബിയുടെ വീട് വഹാബികൾ കക്കൂസാക്കിയിട്ടുണ്ട്. അതിന്ന് കക്കൂസാണ്.
ഇതിനേക്കാൾ അപകടകരമായ സ്റ്റേറ്റ്മെന്റ് എന്താ? കഅബയും അള്ളാന്റെ സൃഷ്ടിയ, ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയല്ല. ഈ കഅബയെ പറ്റി, കഅബ പരിശുദ്ധ കഅബത്ത് ശരീഫ് അള്ളാഹു അതിന്റെ ഇസ്സത്ത് നിലനിർത്തി തരട്ടെ, അള്ളാഹു അതിനെ ഇസ്സത്തിനെ നിലനിർത്തി തരട്ടെ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അതിനിട്ട് കൂടുന്ന ആളുകളുണ്ട്. അതേസമയത്ത് ഇതിൽ വിശദീകരണം പറയാൻ പറ്റുമല്ലോ. ഇത് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞാണല്ലോ. ആരും ഒരു വഹാബി പോലും ഇത് ആവർത്തിക്കാറില്ല. ഇത് കഅബ കക്കൂസാണ് എന്ന് പറഞ്ഞ ആളാന്ന് ഇയാൾ. ഇത് പരിശുദ്ധ ഖുർആനിൽ 82 സൂറത്തിറങ്ങിയ സ്ഥലം കക്കൂസാണെന്ന് പറഞ്ഞ ആളാണെന്നൊരു വഹാബി പോലും ഉദ്ധരിക്കാറില്ല. 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് നടത്തി. നിങ്ങൾ ഇത്ര വലിയ സൂക്ഷ്മതയുള്ള വലിയ ചേകനൂരിനെയും കാദ്യാനികളെയൊക്കെ തെരയുന്ന ആളുകളാണെങ്കിൽ ജനങ്ങളെ നിങ്ങളെ ബാധ്യത എന്താ? ഞാൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് യാഥാർത്ഥ്യമാണെങ്കിൽ നിങ്ങൾ ആ വഹാബി വിഭാഗത്തോട് ലോകാവസാനം വരെ സന്ധിയില്ലാതെ സമരം ചെയ്യണ്ടേ? കാര്യം നിസ്സാരപ്പെട്ട കാര്യമാണോ? പരിശുദ്ധ ഖുർആൻ 82 സൂറത്തിറങ്ങിയ ആ മഹത്തായ വീടിനെ കക്കൂസാക്കൽ നിസ്സാരമായ കാര്യമാണോ? ആ ജനതയോട് ചിരിക്കാൻ പാടുണ്ടോ? ആ ജനതയോട് കളിക്കാൻ പാടുണ്ടോ? ഇപ്പോൾ ചിരിക്കണം കളിക്കണം എന്നല്ലേ നമ്മൾ പറഞ്ഞു നടക്കണത്? ഇവരോട് ചിരിക്കാൻ പാടുണ്ടോ കളിക്കാൻ പാടുണ്ടോ? ഇത് തമാശയാണോ? അല്ല. ആ പറഞ്ഞ ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ പള്ളി കയറ്റാൻ പാടുണ്ടോ? അത് പാപ്പ പറഞ്ഞു കയറിയാൽ മതി പറയണ്ടേ? നിങ്ങൾ ഇത്ര വലിയ മഹാന്മാരാണെങ്കിൽ അതല്ലേ നിങ്ങൾ ചെയ്യണ്ടേ? അതിനെന്തെങ്കിലും ന്യായീകരണം പറയാനുള്ളത്? 4 കൊല്ലം കഴിഞ്ഞു. 4 കൊല്ലം കഴിഞ്ഞു. പരിശുദ്ധ ഖുർആനിലെ 82 സൂറത്തിറങ്ങിയ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട് ഇന്ന് കക്കൂസാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് 4 കൊല്ലം കഴിഞ്ഞു. ഒന്നിരിക്കൽ ഇത് ചെയ്ത വഹാബിസത്തിനോട് ലോകാവസാനം വരെ ഞങ്ങൾക്ക് സന്ധിയില്ല നിങ്ങൾ പ്രഖ്യാപിക്കണം. ഇന്ന് നിങ്ങൾ ചിരിക്കാനും കളിക്കാനും പറയുന്നത് അല്ല. ഞാൻ ആരും കുറ്റം പറയല്ല. കുറ്റം പറയല ലക്ഷ്യമല്ല. ഒരു സാമൂഹിക നിരീക്ഷകന് പറയേണ്ട ബാധ്യത ഉണ്ട്. അതുകൊണ്ട് പറയാണ്. അല്ല, ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ ജുമാക്കിനെ കയറ്റാൻ പറ്റുമോ? എന്നെ പള്ളി കയറ്റാൻ പാടുണ്ടോ? തിരുത്തിയിട്ട് പാടാന്ന് പറയണ്ടേ? ബൈബിൾ, ഞാൻ ഉദാഹരണം പറയട്ടെ. ബൈബിൾ സയ്യിദുന ഈസ യേശുക്രിസ്തുവിന് ബൈബിൾ ഇറക്കപ്പെട്ട സ്ഥലം ഇന്ന് കക്കൂസാണെന്ന് ലോകത്തെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി പറഞ്ഞാൽ ലോകത്തെ ക്രിസ്തീയ സഭകൾ മുഴുവനും തുള്ളൂലേ? അയാൾക്കെതിരെ തീരുമാനമെടുക്കൂലേ? നിങ്ങൾ എനിക്കെതിരെ തീരുമാനം എടുത്തോ? നിങ്ങൾ അവർക്കെതിരെ തീരുമാനം എടുത്തോ? ഏതെങ്കിലും കേരളത്തിലെ ഒരു യൂട്യൂബർമാരുടെയോ വ്ളോഗർമാരുടെയോ 10 ആൾ കൂടിയ ഒരു സംഘടന അവർക്കെതിരെ ഒരു പ്രമേയം പാസാക്കിയോ? അല്ലെങ്കിൽ എനിക്കെതിരെ ഒരു പ്രമേയം പാസാക്കിയോ? എന്ത് ദീനാണ് നിങ്ങളെ ദീന്? കുത്താവുന്നവനെ കുത്താൻ്റെ അടുത്തിട്ട് കുത്താന്നല്ലാതെ നിങ്ങൾക്ക് എന്ത് ദീനാ? അതേസമയം അതേ പ്രഭാഷണത്തിൽ 4 പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു, കേരളത്തിൽ തൊപ്പിയിട്ട് നടക്കുന്ന ഒരു MP അയാളുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് വഹാബിസത്തിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്, കരുതിയിരിക്കുക. ഇജ്തിമാഉൽ ജുയൂഷ് എല്ലാവരും കൂടി ഒറ്റച്ചാട്ടന്റെ മേൽ ഞങ്ങൾ നേതാവാണ് തൊടാൻ പാടില്ല. അപ്പൊ മറ്റതോ? നിങ്ങൾ ചില താരങ്ങളെയും ചില ബിംബങ്ങളെയും സ്ഥാപിക്കുകയാണ്, അല്ലാതെ നിങ്ങൾക്ക് ദീനില്ല. മലയാളക്കരയിലെ ഈ ബ്ലോഗർമാർക്കും യൂട്യൂബർമാർക്കും ദീനില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടിട്ട് 4 കൊല്ലം കഴിഞ്ഞു. നിങ്ങൾക്ക് ദീനില്ല. നിങ്ങൾ ഉദ്ദേശിച്ച ആരെയും നിങ്ങൾ പ്രതിഷ്ഠിക്കും, നിങ്ങൾ ഉദ്ദേശിച്ച ആരെയും നിങ്ങൾ തകർക്കും, നിങ്ങൾ ആരെയും പട്ടിയാക്കും, നിങ്ങൾ ആരെയും പേപ്പട്ടിയാക്കും. പേപ്പട്ടിയാണെന്ന് തീരുമാനിച്ചു പിന്നെ കൊല്ലാലോ? സാമൂഹിക ബാധ്യതയല്ലേ പേപ്പട്ടിനെ കൊല്ലൽ? നിങ്ങൾ ആദ്യം പട്ടിയാക്കും, പിന്നെ പേപ്പട്ടിയാക്കും, പിന്നെ പേപ്പട്ടി കയർ പിടിച്ചെന്ന് പറയും, പിന്നെ കൊല്ലാം, പിന്നെ കൊല്ലം സാമൂഹിക ബാധ്യതയാണല്ലോ. നിങ്ങളെന്റെ ദീനിനെ പഠിപ്പിക്കണ്ട, നിങ്ങൾ എനിക്ക് തിരിവെക്കണ്ട. എനിക്ക് നിങ്ങളറിയും, നിങ്ങൾക്ക് ആ ശേഷം ദീനില്ല. ഈ മലയാളക്കരയിലെ ബ്ലോഗർമാർക്ക് ഇതിന് തീരുമാനം എടുക്കണ്ടേ? എനിക്കെതിരെ അല്ലെങ്കിൽ അവർക്കെതിരെ? 3ാമത്തെ സംഗതി ഉണ്ടോ? അപ്പൊ കിട്ടിയാവുന്നവനെ കിട്ടിയെന്ന സ്ഥലത്ത് കുത്തുക. എന്നോടൊന്ന് ചോദിക്കാലോ, അതെന്താ? എനിക്ക് പലപ്പോഴും 10,000-കണക്കിന് പ്രസംഗങ്ങളാണ്. ഒരു ദിവസം 1-ലധികം പ്രസംഗം നടത്തുന്ന ദിവസങ്ങളാണ് ഇന്നും. 26ാമത്തെ കൊല്ലം പ്രഭാഷണത്തിന്റെ നൈരന്തര്യം തുടങ്ങിയിട്ട് 26 കൊല്ലായി. രാവും പകലും പ്രസംഗിക്കാൻ. ഇന്ന് തന്നെ ഇനിയും പ്രസംഗമുണ്ട്. ഇന്ന് തന്നെ ഉണ്ട്, ഇനിയും ഇന്നലെ ഉണ്ട്. ഈ പ്രസംഗമില്ലാത്ത ദിവസമല്ല.
10,000-കണക്കിന് പ്രസംഗങ്ങൾ. അപ്പോൾ ചില സ്ഖലിതങ്ങൾ വരും, പിന്നെ ഞാൻ തിരുത്തും, മാപ്പ് പറയും. ഞാൻ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് തെറ്റുപറ്റിക്കൂടെ, സിദ്ദീഖുൽ അക്ബറിന് തെറ്റുപറ്റിക്കൂടെ, ഉമർ ബിൻ ഖത്താബിന് തെറ്റുപറ്റിക്കൂടെ, ശംസുലമക്ക് തെറ്റുപറ്റിക്കൂടെ എന്ന് പറഞ്ഞ വാക്കുകൾ, മലക്കൽ മുല്ലക്കോയത്തങ്ങൾക്ക് തെറ്റുപറ്റിക്കൂടെ എന്ന് പറഞ്ഞ വാക്കുകൾ, ഈ പറഞ്ഞ വാക്കുകൾ ആരെ പറ്റി പറഞ്ഞിട്ടെങ്കിലും അത് അദബുകേടാണ്, എന്നിൽ നിന്ന് വന്നു പോയതാണ്. ഞാൻ അല്ലാഹു ജല്ല ജലാലായ സുബ്ഹാനോട് രാത്രി ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് യാസീനോട് മാപ്പപേക്ഷിച്ചിട്ടുണ്ട്. അതേ സമയത്ത് സ്ഖലിതമാണ്, തെറ്റാണ്, അബദ്ധമാണ്. 100% ഞാനത് പിൻവലിച്ചിരിക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വന്ന 100% അങ്ങ് അബദ്ധമാണ്. അത് പ്രഭാഷണത്തിന് മധ്യേ വന്ന സ്ഖലിതമാണ്. അതേ സമയത്ത് സുന്നിയല്ല എന്ന് പറയരുത്. അതേ സമയത്ത് എന്നെ ചേകുനാലും പറഞ്ഞാൽ നിങ്ങൾ കുടുങ്ങും. എല്ലാ റുഫിഅ അൻ ഉമ്മത്തി അൽ ഖത്ഉ വന്നിസ്യാൻ, റുഫിഅ അൻ ഉമ്മത്തി അൽ ഖത്ഉ വന്നിസ്യാൻ. പിഴവുകൾ സംഭവിക്കും, മറവികൾ സംഭവിക്കും. അത് അല്ലാഹുവിന്റെ മലക്കുകൾ എഴുതുക പോലുമില്ല എന്ന് മുത്ത് റസൂൽ പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇതൊന്നും അല്ലല്ലോ, ഞാനൊരു നാടമൂല്യരല്ലേ, അബദ്ധം പറ്റൂലേ? പറ്റിയിട്ടുണ്ട്. 100% അബദ്ധമാണ് പറഞ്ഞത്. അത് സ്ഖലിതമാണ്, അത് എഡിറ്റ് ചെയ്യാതെ വന്നു പോയതാണ്, അബദ്ധമാണ്. സമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതേ സമയത്ത് നിങ്ങൾ ദയവായി ഗൗരവമായി ചിന്തിക്കണം. ഞാൻ പറയുന്ന സാമൂഹിക നിരീക്ഷണങ്ങളാണ്. തഹിയ ഫണ്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഫണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ നേതാക്കന്മാർ കൊടുക്കാൻ പറയുമ്പോൾ കൊടുക്കലിൻ്റെ ബാധ്യതയാണ്. അതേ സമയത്ത് അതിനെക്കുറിച്ച് എനിക്ക് വ്യത്യസ്ത വീക്ഷണമാണുള്ളത്. വേറെ ഒരു സാമൂഹിക നിരീക്ഷണം, നിങ്ങൾക്കറിയാം ഞാൻ സുന്നികൾക്കിടയിൽ ഒരു സാമൂഹിക നിരീക്ഷകനാണ്. എൻ്റെ പ്രഭാഷണങ്ങളിൽ ഏറിയ കൂറും സാമൂഹിക നിരീക്ഷണങ്ങളാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് വിശ്വാസമാണ്. ബോധ്യപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. ഇനി ഇത് പിഴവാണെങ്കിൽ പോലും അത് പിന്നീട് എനിക്ക് പേച്ചു വന്ന പോലെ. അതേ സമയത്ത് ഞാൻ പറഞ്ഞ സത്യമാണ്, സമൂഹത്തിന് പേച്ചാലോ? എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ ഈ ശരി തന്നെ, പക്ഷേ ഇത് ലോകാവസാനത്തിനടുത്ത കാലമാണ്. ദി റൈസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ വന്നു കഴിഞ്ഞു. ദി റൈസ് ഓഫ് വെസ്റ്റേണിസം വന്നു കഴിഞ്ഞു. പടിഞ്ഞാറിൻ്റെ സൂര്യോദയം വന്ന് കഴിഞ്ഞിട്ടുണ്ട്. പടിഞ്ഞാറിന് 2 തരം സൂര്യോദയമുണ്ട് എന്ന് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര സ്ഥലത്താണ് ഞാൻ പ്രസംഗം നടത്തത്. അതിന് ഫിസിക്കലായ ഒരു റൈസുമുണ്ട്, ഒരു സ്പിരിച്വലായ റൈസുമുണ്ട്. 2 തരം സൂര്യോദയങ്ങൾ പടിഞ്ഞാറുണ്ട്. അതേ സമയത്ത് ഫിസിക്കലായ സൂര്യോദയം ലോകാവസാനത്തിൻ്റെ തൊട്ട് മണിക്കൂറിലായിരിക്കാം സംഭവിക്കുക. അതേ സമയത്ത് സ്പിരിച്വലായ സൂര്യോദയം അത് വന്നു കഴിഞ്ഞു. അതാണ് ഇന്ന് നമ്മൾ ഈ റൈസ് ഓഫ് വെസ്റ്റേണിസം അത് നമ്മളെ ബാധിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമ്മൾക്കുണ്ടാക്കുന്ന കോടികൾ ഈ യൂറോപ്പിന്റെ ചില്ല് കൊട്ടാരങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയല്ലേ? അത് പത്രമാണെങ്കിലും, അത് ചാനലാണെങ്കിലും, അത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും, എന്താ സംഭവിക്കാൻ പോണത്? ഈ യൂറോപ്പിന്റെ ചില്ല് കൊട്ടാരങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുക. യൂറോപ്പിന്റെ ചില്ല് കൊട്ടാരങ്ങൾ എവിടെ ഉണ്ടാക്കിയാലും അതൊരു ദുരന്തമായി ഭവിക്കും. ഇത് വലിയ ആപത്തായി ഭവിക്കും, യാതൊരു സംശയവും വേണ്ട. അത് ഭവിച്ചേ തീരൂ, ഉറപ്പായിട്ട് ഭവിക്കും. ഒരു മഹത്തായ ഒരു വലിയ മതസംഘടന നടത്തുന്ന ഒരു ഭൗതിക കലാലയത്തിൽ 15 വർഷങ്ങൾക്ക് മുമ്പ്, 2010-ലോ 2011-ലോ ആയിരിക്കും എന്നാണ് എൻ്റെ ഓർമ്മ, ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭൗതിക കലാലയത്തിൽ ഒരു മതസംഘടന നടത്തുന്ന, കേരളത്തിലെ ഒരു മതസംഘടന നടത്തുന്ന ഒരു ഭൗതിക കലാലയത്തിൽ ഔദ്യോഗികമായ ആ സ്ഥാപനത്തിൻ്റെ ഹോസ്റ്റലിലെ കുട്ടികൾ രാത്രി കള്ളു കുടിക്കൽ വന്നപ്പോൾ, പലപ്പോഴും കള്ളു കുടിക്കുന്നതായി ബന്ധപ്പെട്ടവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ 15 വർഷങ്ങൾക്ക് മുമ്പ് അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി. പലവട്ടം കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. സ്ഥാപനം പറയൂല, സംഘടന പറയൂല, ഒരു സംഘടന നടത്തുന്ന ഒരു ഭൗതിക കലാലയം ബിഫോർ 15 years, 15 കൊല്ലം മുമ്പ് രാത്രി കള്ളുകുടി പലപ്പോഴായി ഉണ്ടായപ്പോൾ അവരെ ബോധവൽക്കരിക്കാൻ പിന്നെയും 15 കൊല്ലം കഴിഞ്ഞു. ഇനി യൂറോപ്പിന്റെ സിവിലൈസേഷനാ വരാൻ പോകുന്നത്. വിത്തിൻ 10 years, 10 കൊല്ലത്തിനിടയിൽ സെക്സ് റവല്യൂഷൻ, ലൈംഗിക വിപ്ലവം കേരളത്തിൽ നടക്കുമെന്നാണ് സാമൂഹിക നിരീക്ഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം. യൂറോപ്യൻ മോഡൽ സെക്സ് വിപ്ലവം, അതായത് ഏത് പെണ്ണും ഏതാണിൻ്റെ ഒപ്പം പോകും. അതിൽ ഭർത്താവില്ല, ഭാര്യയില്ല. ഏത് പെണ്ണിന്റെ കൈയും പിടിച്ച് ആർക്കും പോകാം, എവിടെയും പോകാം, ഒന്നുമില്ല. തുടങ്ങിക്കഴിഞ്ഞു. 10 മണിക്ക് ബീച്ചിൽ കടകളോ അടക്കൽ നിർബന്ധമായ കാലം ഉണ്ടായിരുന്നു. ഇന്ന് ബീച്ചിൽ കട അടക്കുന്നില്ല.
ഈ തോന്യാസങ്ങൾ നൈരന്തര്യം കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. 10 കൊല്ലം കഴിഞ്ഞാൽ സാർവത്രികമാവും. ഇന്ത്യ രാജ്യത്ത് സെക്സ് റവല്യൂഷൻ നടക്കുന്ന ഏറ്റവും ആദ്യത്തെ സംസ്ഥാനം കേരളമായിരിക്കുമെന്നാണ് സാമൂഹിക നിരീക്ഷകരുടെ അഭിപ്രായം. വിത്തിൻ 10 years. എങ്കിൽ നമ്മൾ ഈ അമ്പരചുംബികളായ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വലിയ കോടികൾ ആവശ്യമൊന്നുമില്ലല്ലോ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ 2 കാര്യം ആവശ്യമുള്ളൂ. 1 സ്വയം നന്നാവുക, 2 താൻ പറയുന്നതിന് സമർപ്പിക്കുക. എന്നാൽ ഉമ്മത്ത് നന്നാവും. കോടികൾ പിരിച്ചിന് ഞാൻ എതിരല്ല, പക്ഷെ എൻ്റെ ഭയമാണ് ഞാൻ ഈ പറയുന്നത്. അത് പറയാൻ എനിക്ക് നിങ്ങൾ ഒരു സമ്മതം തരണം. ഞാൻ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. കാണട്ടെ, നശിക്കട്ടെ എന്ന് ഞാൻ മിണ്ടാതിരിക്കല്ല വേണ്ടത്. ഒരു സാമൂഹിക നിരീക്ഷകൻ അത് പറയും. അത് ആ ഉമ്മത്ത് നന്നാവാനുള്ള അയാളുടെ താല്പര്യമാണ്. ഈ ഉമ്മത്ത് നശിച്ചു പോകുന്നതിനുള്ള വേദനയാണ്. അതൊക്കെ കണ്ണിന്റെ മുന്നിൽ കണ്ണ് തുറന്നു വെച്ചവന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ തഹയ്യ പണ്ട് വിമർശിച്ചില്ലേ? ഞാൻ വിമർശിച്ചൊരു കാര്യം ഇതാണ്. നമ്മുടെ ഭൂമികയിൽ നാം ചോര നീരാക്കി ഉണ്ടാക്കിയ ആ പണത്തിന്റെ ഭൂമികയിൽ കള്ളുകുടിച്ച യുവതി യുവാക്കൾ മൂത്രിക്കുകയും വ്യഭിചരിക്കുകയും ചെയ്യും. വ്യഭിചാരം പരസ്യമായ വ്യഭിചാരം, പരീക്ഷ തലേന്ന് വ്യഭിചാരം പരസ്യമായി നടത്തിയ പിറ്റേന്ന് പരീക്ഷ എഴുതിയാൽ പരീക്ഷയിൽ വിജയിക്കുമെന്ന അന്ധവിശ്വാസം യൂറോപ്പിൽ നിലവിലുണ്ട്, അമേരിക്കയിലുണ്ട്. പരസ്യമായി വ്യഭിചരിക്കല്ല, പരസ്യമായി പരീക്ഷ തലേന്ന് പരസ്യമായി വ്യഭിചരിച്ചാൽ ആ പരീക്ഷയിൽ ചില പ്രത്യേകമായ ശക്തി ലഭിക്കുമെന്നും ആ പരീക്ഷയിൽ വിജയിക്കുമെന്നുമുള്ള വിശ്വാസം ഇന്ന് യൂറോപ്പിലുണ്ട്, അമേരിക്കയിലുണ്ട്. ഞാൻ നിങ്ങളോട് കൊല്ലങ്ങൾ അനവധിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മെൻസസ് ബ്ലഡ്, ആ മെൻസസ് ബ്ലഡ് സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുന്നത് സർവത്രികമായ ഒരു കാലഘട്ടം വരാൻ പോകുന്നു. അന്ന് എനിക്കെതിരെ പറഞ്ഞവരുണ്ടല്ലോ. ഇപ്പൊ എന്താ അവസ്ഥ നമ്മുടെ നാട്ടിൽ? ഇതൊക്കെ വരാൻ പോവാണ്. ഇതെല്ലാം വരികയാണ്. 10 കൊല്ലത്തിനിടയിൽ സെക്ഷൽ റവല്യൂഷൻ നടക്കാൻ പോവുകയാണ് കേരളത്തിൽ എന്നാണ് സാമൂഹിക നിരീക്ഷകരുടെ അഭിപ്രായം. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട ഭൂമികയിൽ ഇതൊക്കെ നടക്കും. ഒരു വാക്ക് മിണ്ടാൻ കഴിയില്ല. അധികാരികൾക്ക്, പ്രിൻസിപ്പാളിന്, അധ്യാപകന്, ലെക്ചറിന്, പ്രൊഫസർക്ക്, മാനേജ്മെന്റിന്, ഈ വിദ്യാർത്ഥികൾക്കെതിരെ ഒരു വാക്ക് പറയാനുള്ള അധികാരം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അവർ സദാചാര പോലീസായി കണക്കാക്കപ്പെടുകയും അത്തരം പ്രൊഫസർമാർ ജയിലിലടക്കപ്പെടുകയും ചെയ്യും. സെക്സിനൊരു പ്രശ്നം ഉണ്ടാവില്ല. സെക്സിനെതിരെ പറഞ്ഞാൽ, അതായത് ഈ പരസ്യമായ സെക്സിന് ഒരു പ്രശ്നം എനിക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല 10 കൊല്ലത്തിനുള്ളിൽ. ഇതൊക്കെ നടക്കാൻ പോവാണ്. അതുകൊണ്ട് ആത്മീയതയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, ആത്മീയ മൂല്യമുള്ള, 100 കണക്കിന് വർഷങ്ങളായി സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിത സമൂഹം ഒരിക്കലും യൂറോപ്യൻ ചില്ല് കൊട്ടാരങ്ങളുടെ പിന്നിൽ പോകരുത്. ഇത് സാമൂഹിക നിരീക്ഷണ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്ത് പറഞ്ഞാൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തും പറയാ, ഞാനിത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വേദനയാണ്, നിങ്ങൾക്കെതിരല്ല. ഞാൻ സാമൂഹിക നിരീക്ഷകനാണ്. ഏറ്റവും ചുരുങ്ങിയത് സുന്നികൾക്കിടയിൽ പോലും ഞാൻ സാമൂഹിക നിരീക്ഷകനാണ്. ഞാൻ പറഞ്ഞത് ഞാൻ നടക്കണം, എനിക്ക് വാശില്ല, പക്ഷെ നടന്നിട്ടുണ്ട്. എന്താ നടക്കട്ടെ? ഞാൻ ഇന്നാലിന്ന നേതാവിനെതിരെ പറഞ്ഞല്ലോ. നേതാവിനെതിരെ പറഞ്ഞിട്ടില്ല, നേതാവിൻ്റെ പ്രസ്താവനക്കെതിരെയാ പറഞ്ഞത്. തർക്കുൽ മുവാലാത്ത് ഈ പറയപ്പെട്ടതല്ല. ദയവായി എന്നെ കേൾക്കണം. ഇങ്ങനെ വലിയ വലിയ മഹാന്മാർ, ലോകം മുഴുവനും നോക്കിയിരിക്കുന്ന വലിയ മഹാന്മാർ തർക്കുൽ മുവാലാത്ത് ഇതാണെന്ന് പറഞ്ഞാൽ സമൂഹം ഒറ്റയടിക്ക് തിരിയും. നമ്മുടെ മുൻഗാമികൾ 100 വർഷം കൊണ്ടുണ്ടാക്കി തീർത്ത എല്ലാ നന്മയും സുന്നി പാരമ്പര്യം ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ടില്ലാതെയോ. ഇപ്പോൾ അതിനെ ന്യായീകരണം പറഞ്ഞു നടക്കുന്നവരുണ്ട്. വലിയ വാലം തലേ കെട്ടിട്ട പണ്ഡിതന്മാർ ഇന്നലെ വരെ തെറുക്കുൽ മുവാലാത്ത് എന്നാൽ തൊടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല, കാണാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, 100% അവരോടുള്ള ബന്ധവിച്ഛേദമാണ് തെറുക്കുൽ മുവാലാത്ത് എന്ന് പറഞ്ഞിരുന്ന വാലം തലേ കെട്ടുള്ള പണ്ഡിതന്മാർ ഇന്നും ഇന്നലെയും വിശദീകരിച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇല്ല, തെറുക്കുൽ മുവാലാത്ത് ഇതാണ് തെറ്റല്ല. ഈ പറഞ്ഞ 100% തെറ്റാണ്. തെറുക്കുൽ മുവാലാത്തിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്, പുതിയ സ്റ്റേറ്റ്മെന്റ് 100% തെറ്റാണ്. അതൊരു നേതാവ് പറഞ്ഞാൽ ഞാൻ നേതാവിനല്ല, ആ പ്രസ്താവനക്കെതിരെ പറയാണ്. അത് വഹാബിയത്താണ്. അതെന്റെ വേദനയാണ് ഞാൻ ഈ പറയുന്നത്. അതിനെ തിരുത്തണം, തിരുത്തിയേ മതിയാകൂ. ഇല്ലെങ്കിൽ ഉമ്മത്ത് വഴി തിരിയും. എന്റെ പേടിയാണ് ഞാനീ പറഞ്ഞു. വല്ലാഹിൽ അലീം, എന്റെ ഭയമാണ്. ഒരിക്കലും അത് തെറുക്കുൽ മുവാലാത്തല്ല. പിഴച്ചിട്ടുണ്ട്. ഇങ്ങനെ ന്യായീകരണം പറയരുത്, ഒരിക്കലും ന്യായീകരണം പറയരുത്. ഒരു കാരണവശാലും ന്യായീകരണം പറയാൻ പാടില്ല, കാരണം തെറ്റാണ്.
നേതാവിനും സദസ്സിൽ പൊതുജനം കേൾക്കെ ഒരു കീഴ്വായു പോകാം. ബാക്കിയുള്ളവർ മുഴുവനും ഇനി പ്ലാ 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 എന്നൊച്ചുണ്ടാക്കല്ലേ വേണ്ടത്. ഒരു ഏറ്റവും ചുരുങ്ങിയത് അത് കീഴ്വായുവാണെന്ന് അംഗീകരിക്കുക. ഇനി അടുത്ത സ്ഥലത്ത് ആ കീഴ്വായു പോകാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ഗ്യാസിൻ്റെ ഗുളികെങ്കിലും കൊടുത്തു വിടണം. ഇത്രേ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. താരി കൊച്ചാക്കല്ല, ഒരു 100% മാന്മാരാണ്. അവരൊക്കെ 100% മേലെയാണ്. പക്ഷെ എനിക്ക് പ്രതിഷ്ഠയില്ല. എൻ്റെ പ്രതിഷ്ഠ ദീനാണ്. എനിക്കൊരു തങ്ങളും പ്രതിഷ്ഠയില്ല. ചിലർക്ക് ചില തങ്ങൾ പ്രതിഷ്ഠയാണ്, ചിലർക്ക് ചില തങ്ങൾ പ്രതിഷ്ഠയാണ്, ചിലർക്ക് ചില മൂല്യർ പ്രതിഷ്ഠയാണ്, ചിലർക്ക് ചില മൂല്യർ പ്രതിഷ്ഠയാണ്. മലയാളക്കരയിൽ 90% സുന്നി രംഗത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ചില ബിംബ പ്രതിഷ്ഠകൾ മാത്രമാണ്. നിങ്ങൾ കല്ലെറിഞ്ഞോളൂ, എനിക്ക് പ്രശ്നമില്ല. തൻ്റെ പ്രതിഷ്ഠകളെ എങ്ങനെയും ന്യായീകരിക്കുക, താൻ ആരെ എതിർക്കുന്നു അവരെ എങ്ങനെയെങ്കിലും തകർക്കുക. ഇത് ദീനല്ല. ഇതിനാണ് റഹ്ബാനിയത്ത് എന്ന് പറയുക. തെറ്റിനെ ന്യായീകരിക്കുക അത് റഹ്ബാനിയത്താണ്, അത് പൗരോഹിത്യമാണ്, അത് ദീനല്ല. അതുകൊണ്ട് ദയവായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കാണ്. ഞാൻ തഹിയാഫ്, എൻ്റെ സഹോദരങ്ങൾ, ഞാൻ സമസ്തയാണ്. അതിൻ്റെ പരിസരം നിങ്ങൾ ഓടിക്കരുത്. ഞാൻ ലീഗാണ്, ഞാൻ അതും പറയാം. ലീഗിൻ്റെ പ്രവർത്തകന്മാർ എനിക്കെതിരെ നാടാകെ പെരുമ്പറ കൊട്ടരുത്. ഞാൻ ലീഗാണ്. സ്വന്തം മുണ്ട് മുറുക്കി കൊടുത്ത് ഒരു പ്രദേശത്ത് മുഴുവനും ലീഗും സമസ്തയും ഉണ്ടാകാൻ വേണ്ടി അധ്വാനിച്ച മനുഷ്യൻ്റെ മകനാണ് ഞാൻ. ആ ലീഗിൻ ജീവിതത്തിൽ സമസ്ത എന്നെ പുറത്താക്കിയ കാലത്ത് ഞാൻ വേറെ സംഘടനയിൽ പോയിട്ടില്ല. പലരും വന്ന് എന്നെ ക്ഷണിച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്ന് അടയിരുന്നിട്ടുണ്ട്. പോയിട്ടില്ല, പോകൂല. എന്തേ? ഞാൻ സമസ്തയാണ്. പക്ഷെ എതിര് പറയും. എന്തുകൊണ്ട്? അത് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഒരു ബുദ്ധിയാണ്. തെറ്റിയാൽ ഞാൻ മാപ്പ് വെക്കും, പിന്നെ പറയും. തെറ്റിയാൽ മാപ്പ് വെക്കും. എനിക്കൊരു അഭിമാനമില്ല. എൻ്റെ റബ്ബിന്റെ അഭിമാനം അല്ലാഹുവിന് മാത്രമാണ്. റഹ്മത്തുള്ളാഹി ഒരഭിമാനവും ഇല്ല. നേതാക്കന്മാരിൽ തെറ്റ് സംഭവിക്കുമ്പോൾ ഞാൻ നേതാവിനെയല്ല വിമർശിക്കുന്നത്. വിമർശനത്തിൽ എവിടെയെങ്കിലും വൈയക്തികമായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ബഹുമാനപ്പെട്ട സാദാത്തി കുടുംബങ്ങളിൽ എവിടെയെങ്കിലും ആ തെറ്റില്ലാതാകണമെന്നുള്ള വല്ലാത്തടങ്ങാത്ത ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. കേരളത്തിൽ വേറെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ പിന്നെ ഞാൻ പറയൂല. ആരും പറയാത്തോണ്ട് പറയാണ്. ഒരാൾ പറഞ്ഞാൽ ഞാൻ പറയൂല. എനിക്കത് പറയാണെന്നില്ല. ആരും പറയാതെ ഇത് രീതിയായി മാറും. ആരും പറയാതെ ഇരുന്നാൽ ഇതൊരു കീഴ്വഴക്കമായി മാറും. വേദനിച്ച് കുടുങ്ങിയിട്ട് കഷ്ടപ്പെട്ട് പറയാൻ ആളില്ലല്ലോ എന്ന് വേദനിച്ച് പറയാണ് ഞാൻ. ആളാകാനല്ല, വല്ലാഹിൽ അസീം, ആളാകാനല്ല. അപ്പൊ ഒരു സാമൂഹിക നിരീക്ഷകന് കാണിക്കുന്ന ഒരു അവസരമെങ്കിലും എനിക്ക് തരണം. തഹിയ ഫണ്ട് പിരിച്ചെടുക്കുമ്പോൾ 46 കോടി പിരിച്ചെടുത്ത എൻ്റെ ഹൃദയം തൊട്ട ബഹുമാനപ്പെട്ട സഹോദരന്മാർ, ആ സഹോദരന്മാരുടെ വിഷമങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നിങ്ങളെ എന്തെങ്കിലും എൻ്റെ നിരീക്ഷണം കൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടെങ്കിൽ നിങ്ങളെ ഞാൻ കാല് പിടിച്ച് നിങ്ങൾക്ക് ഞാൻ ക്ഷമാപേക്ഷിക്കുന്നു. ദയവായി എന്നോട് മാപ്പാക്കണം. പക്ഷേ സാമൂഹിക നിരീക്ഷകന് പറയാം. അതെന്തിനാണ്? കൂടുതൽ സൂക്ഷ്മത പുലർത്താനാണ്. ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാനില്ല. ഇനി സൂക്ഷ്മത പുലർത്താനേ ഉള്ളൂ. പക്ഷേ ലോകം അവസാനിക്കാനായി. ലോകത്ത് വലിയ ആപത്തുകൾ വരാൻ പോവാണ്. പിന്നെ സ്വകാര്യമായി നടത്തുന്ന ചില സംഭാഷണങ്ങൾ സ്വകാര്യം ഒരാൾക്ക് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ആളുകളുള്ള ഒരു ഗ്രൂപ്പിൽ വിടുന്ന ഒരു സ്വകാര്യമായ സംഭാഷണം, തികച്ചും നന്മ മാത്രം ഉദ്ദേശിച്ച് നടത്തിയ പ്രഭാഷണം. ഇത് വ്യക്തമായി ഇപ്പോൾ ഞാൻ പറഞ്ഞു. ആ പ്രഭാഷണം കേരളം മുഴുവനും ഒരു ജൂദാസ് അതിൽ നിന്ന് ചോർത്തി. അവൻ ജൂദാസാണ്. അവൻ എന്നോട് മാപ്പ് പറഞ്ഞു. എനിക്കറിയാം ആ ജൂദാസിനെ. ഇത് സ്വകാര്യമായ സംഭാഷണങ്ങൾ പരസ്യമാക്കാൻ പാടുണ്ടോ? കേരളത്തിലെ ഇന്നത്തെ സുന്നി നേതാക്കന്മാർ, അഹാബികളും സുഹാബികളുമായ സുന്നി നേതാക്കന്മാർ അയച്ച രഹസ്യമായ മെസ്സേജുകൾ, കൊല്ലങ്ങളായി കിടക്കുന്ന രഹസ്യമായ മെസ്സേജുകൾ എത്ര എണ്ണുണ്ട് എൻ്റെ മൊബൈലിൽ നിന്നൊക്കെ അറിയൂ. എത്ര എണ്ണം? ഒന്ന് ഞാൻ പുറത്താക്കിയാൽ കേരളം കത്തും. തങ്ങന്മാരെ കുറിച്ച് പറഞ്ഞത്, നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞത്, യോഗത്തെ കുറിച്ച് പറഞ്ഞത്, യോഗങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞത് പലതുണ്ട്. ലീഗിനെ കുറിച്ച് പറഞ്ഞത്, ലീഗ് നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞ പല 100 കണക്കിന് രഹസ്യ മെസ്സേജുകൾ. അതൊക്കെ മനുഷ്യന് സ്വാഭാവികമായി തൻ്റെ കൂട്ടുകാരനോട് പറയുമ്പോൾ, തൻ്റെ അടുത്തൊരു ഗ്രൂപ്പിനോ സ്വാഭാവികമായി പറയുന്നതാണ്. നശിപ്പിക്കാൻ വേണ്ടി പറയല്ല, സ്വാഭാവികം. അതാ കൂട്ടത്തിൽ ഒരു ജൂദാസ് പുറത്താക്കുക. ഇതിനേക്കാൾ വലിയ ജൂദാസിന്റെ പണി എന്താ?
ഇതൊരു മുസ്ലിം മറ്റേ മുസ്ലിംക്ക് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്കതിൻ്റെ കോലം കണ്ടാൽ തന്നെ അറിയൂലേ അതൊരു സ്വകാര്യ സംഭാഷണമാണ്. അതൊരാൾക്ക് കിട്ടിയാൽ നിസ്കാരത്തിന് ഇമാം നിൽക്കുന്ന, വെള്ളിയാഴ്ച പള്ളികളിൽ ഖുതുബ ഓതുന്ന, നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ദർസ് നടത്തുന്ന തലേ കെട്ടിയ മൗലവിമാരെ നിങ്ങളിത് പരസ്യപ്പെടുത്താൻ പാടുണ്ടോ? ഇത് അവിടെ നിങ്ങൾ പറയണ്ടേ ഇതൊരു സ്വകാര്യ സംഭാഷണമാണ്, സ്റ്റോപ്പ് ചെയ്യണം പറയണ്ടേ? ഒരാൾ പറഞ്ഞോ? നിങ്ങൾക്ക് എന്ത് ദീനാ? നിങ്ങൾക്ക് എവിടെ ദീനാ? നിങ്ങൾ ആരെ കൊല്ലാൻ വിചാരിച്ചാലും കൊല്ലും. നിങ്ങൾക്കതാണ് ദീന്. നിങ്ങളെ എല്ലാവരും എനിക്കറിയാം, ഞാൻ പറയൂല. നൂറുകണക്കിന് രഹസ്യ മെസ്സേജുകൾ ഇതിലുണ്ട്. ഇതങ്ങോട്ട് പുറത്തായാൽ പലരും മുണ്ടും പൊക്കി ഓടേണ്ടി വരും. ഞാൻ പുറത്താക്കൂല. എന്തുകൊണ്ട്? ആ ജാതി തന്തക്ക് ഞാൻ ജനിച്ചിട്ടില്ല. എൻ്റെ തന്ത വേറെയാണ്. ഞാൻ ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ ഇറങ്ങിയതല്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എൻ്റെ വാക്കിലോ എൻ്റെ രീതിയിലോ പണ്ടും നിങ്ങൾക്ക് വിഷമമായിട്ടുണ്ടാവും, ഇപ്പോഴും ഉണ്ടാവും. ഞാൻ പൊതുവെ പ്രഭാഷണങ്ങളൊക്കെ ഒരു തരം ചൂടുള്ള ആളാണ്. അപ്പോൾ ചില വാക്കുകൾ കയറിപ്പോകും, ചിലതൊക്കെ മാപ്പ് പറയേണ്ടി വരും. അതൊന്നും എനിക്ക് വിഷമമില്ല. ഇനി ഞാൻ 1000 മാപ്പ്, ഇനി ഞാൻ എത്ര കാലം ജീവിച്ചാലും ഇനിയും പ്രസംഗം നടത്തുകയാണെങ്കിൽ 10,000 മാപ്പ്, 1000 മാപ്പ് ഇനിയും പറഞ്ഞേക്കാം. അതൊന്നും പ്രശ്നമല്ല. കണ്ടന്റുകൾ യാഥാർത്ഥ്യമാണ്, ശൈലിയിൽ വരുന്ന സ്ഖലിതങ്ങളാണ്. അത് എന്നെ കേരളത്തിന് പുതിയതായി പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കാസിമിയുടെ ശൈലിയല്ലേ. പറഞ്ഞത് കേട്ടോളി, പറഞ്ഞ വിഷയം ശരിയാണോ നോക്കിക്കോളി എന്ന് പറഞ്ഞാൽ തീരുന്ന കാര്യമാണത്. അതിന് നിങ്ങൾ ഈ വലിയൊരു ഹാള് വാടക എടുത്ത് നമ്മൾ സുന്നികളെ പൈസ എന്തിനങ്ങൾ കളയണം? അതൊക്കെ മോശമല്ലേ? നമ്മൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസമല്ല. ഒരു സയ്യിദിനോടും ഒരു സയ്യിദിൻ്റെ ചെരുപ്പ് വഹിക്കാനുള്ള മഹത്വം പോലും എനിക്കില്ല. അവർ മുസ്തഫ നബിൻ്റെ പേരക്കുട്ടികളാണ്. ഞാൻ അവരുടെ കാലിൻ്റെ ചോട്ടിലാണ്. ഞാനിപ്പോൾ പറയല്ലേ, ഇത് എപ്പോഴും എൻ്റെ മനസ്സങ്ങനെയാണ്. എന്നെ അടുത്തറിയുന്നവർക്ക് എൻ്റെ മനസ്സറിയാം. ബാക്കി വിശദീകരിക്കുന്നില്ല. എല്ലാ പ്രവർത്തകന്മാർക്കും സംഘടനാ നേതാക്കൾക്കും എൻ്റെ ചില പ്രഭാഷണങ്ങളിൽ വന്നിട്ടുള്ള വിഷമങ്ങൾ മാപ്പാക്കണമെന്ന് അപേക്ഷിക്കുന്നു.